Hello everyone, welcome back to Kerala Hindi Quest. CTET എക്സാം സെപ്റ്റംബർ 2026 നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഔട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CTET എക്സാമിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്, എക്സാം പാറ്റേൺ എങ്ങനെയാണ്, ഫീ എങ്ങനെയാണ്, സിലബസ് എന്തൊക്കെയാണ് പോലുള്ള കാര്യങ്ങളാണ്. ടീച്ചിങ് ഫീൽഡിൽ കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് CTET എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സാമാണ്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് CTET എക്സാം. CTET അഥവാ സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് CBSE കണ്ടക്ട് ചെയ്യുന്ന ഒരു നാഷണൽ ലെവൽ ടീച്ചർ എലിജിബിലിറ്റി എക്സാമാണ്. നിങ്ങളിപ്പോൾ നവോദയ, കേന്ദ്രീയ വിദ്യാലയ, ഏകലവ്യ സ്കൂൾ, ആർമി സ്കൂളിലൊക്കെ ടീച്ചറാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ക്ലിയർ ദിസ് CTET എക്സാം. അപ്പോൾ CTET 2026 സെപ്റ്റംബറിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലി റിലീസായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ പ്രോസസ്സൊക്കെ ഓൺലൈൻ ആയിരിക്കും. കാൻഡിഡേറ്റ്സിന് ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് ജൂൺ 10th ആണ്. ജൂൺ 10th 2026 മുമ്പായിട്ട് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. ഇനി CTETൻ്റെ എക്സാം പാറ്റേൺ ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരള ഗവൺമെൻറ് KTET എക്സാം നടത്തുന്ന പോലെ, അതായത് KTET 1, 2, 3, 4 ഉണ്ട്. പക്ഷേ CTET എക്സാമിന് ജസ്റ്റ് പേപ്പർ 1 and 2 മാത്രമേ നിലവിലുള്ളൂ. നിങ്ങളിപ്പോൾ ക്ലാസ് 1 തൊട്ട് ക്ലാസ് 5 വരെയുള്ള ടീച്ചറാവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ യു ഹാവ് ടു അപ്പിയർ ഫോർ പേപ്പർ 1. ക്ലാസ് 6 മുതൽ ക്ലാസ് 8 വരെയുള്ള ടീച്ചറാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ അപ്പിയർ ചെയ്യേണ്ട എക്സാം എന്ന് പറയുന്നത് പേപ്പർ 2 ആണ്. പേപ്പർ 1ൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത് +2 വിത്ത് DLED ആണ്. അതുപോലെ പേപ്പർ 2ൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഡിഗ്രി വിത്ത് BEd ആണ്. നിങ്ങളിപ്പോൾ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഓരോ പേപ്പറിനും 150 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുന്നത്. ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വീതം 150 മാർക്സിനാണ് ഓരോ പേപ്പറിൻ്റെയും എക്സാം നടക്കുക. ഇതിൽ മെയിനായിട്ട് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടോപ്പിക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി ഉണ്ടായിരിക്കും, ലാംഗ്വേജ് 1 ഉണ്ടാവും, ലാംഗ്വേജ് 2 ഉണ്ടാവും, മാത്തമാറ്റിക്സ് ഉണ്ടാവും, സോഷ്യൽ സയൻസ് ഓർ സയൻസ് ഉണ്ടാവും. ഇതിൽ ലാംഗ്വേജ് സെലക്ഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഓരോ കാൻഡിഡേറ്റ്സിനെയും അവരുടെ കംഫർട്ട് ലെവൽ അനുസരിച്ചിട്ട് ലാംഗ്വേജ് സെലക്ട് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീ നോക്കുകയാണെങ്കിൽ ജനറൽ അല്ലെങ്കിൽ OBC കാൻഡിഡേറ്റ്സിന് ഒരു പേപ്പറിന് 1000 രൂപയും 2 പേപ്പറിനും കൂടി 1200 രൂപയാണ് എക്സാം ഫീ വരുന്നത്. ഇനി നിങ്ങൾ SC ST ഡിഫറൻ്റ്ലി ഏബിൾഡോ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഒരു പേപ്പറിന് 500 രൂപയും 2 പേപ്പറും കൂടി എഴുതുകയാണെങ്കിൽ 600 രൂപയാണ് എക്സാം ഫീ വരുന്നത്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് പേപ്പർ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അത്യാവശ്യം നല്ല സമയം തന്നെ ഉണ്ട്. അപ്പോൾ ഈ ടൈം വേസ്റ്റ് ആക്കാതെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുക. ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെക്ഷൻ കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് പഠിക്കുക. നിങ്ങളുടെ NCERT ബേസിക്സ് ഒക്കെ സ്ട്രോങ് ആക്കി വെക്കുക. മോക്ക് ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യുക. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. CTET എക്സാമിൻ്റെ കൂടുതൽ ക്ലാസ്സുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്